ഹലോ, ഇന്ദിര ചാനലിലേക്ക്. നമുക്കറിയാം, ഇന്ന് നമ്മൾ പ്രഭാതത്തിൽ പത്രം എടുത്ത് നോക്കിയാലോ അല്ലെങ്കിൽ മറ്റ് മീഡിയ വഴി വാർത്തകളൊക്കെ നോക്കിയാലോ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് കൊലപാതകങ്ങളാണ്. അതിന് പ്രായമൊന്നുമില്ല. 10 വയസ്സ്, 18 വയസ്സ്, 20 വയസ്സ്, ഇങ്ങനെയുള്ള കൊലപാതകങ്ങളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ മനസ്സിനെ വിഷമിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന വാർത്തകളാണ് കാണാൻ കഴിയുക. എന്താണ് ഇതിന്റെ കാരണം? മുമ്പൊന്നും ഇല്ലാത്ത നിലയ്ക്കുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ. അതിന് മുറയില്ല, ബന്ധങ്ങളില്ല, ഒന്നും തന്നെ ഇല്ല. അപ്പൊ എന്താണ് ഇതിന്റെ കാരണം എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങളാണ് ഇവിടെ നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ കാണപ്പെടുന്നത്. അത് ഒന്ന് എന്ന് പറയുമ്പോൾ അന്ത്യനാളിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഒന്ന്, ആ അന്ത്യനാളിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ടതിനകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, കൊലപാതകങ്ങൾ വർദ്ധിക്കും. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നതിനകത്ത് ഒന്ന്, കൊലപാതകങ്ങൾ വർദ്ധിക്കും. കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും കാരണങ്ങൾ അറിയില്ല. കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് അവരെ കൊല്ലുന്നത്, മരിക്കുന്നവൻ അറിയില്ല ഞാൻ എന്തിനാ മരിച്ചതെന്ന്. ഈ ഒരു അവസ്ഥ ഉണ്ടാകും. ഇത് സംഭവിക്കാതെ അന്ത്യനാൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു പല കാരണങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഒരു കാരണമാണ്. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹങ്ങൾ എന്ത്, കുടുംബം എന്ത്, ബന്ധം എന്ത്, അയൽബന്ധം എന്ത്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിൽ എങ്ങനെ ഇടപെടണം, ഇതിനൊന്നും കഴിയാത്ത ഒരു അവസ്ഥയിലോട്ടാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണമായിട്ട് പല കാരണങ്ങളും നമ്മളെ മുമ്പിലുണ്ട്. അതിന്റെ കാര്യകാരണ ബന്ധങ്ങളെ കുറിച്ച് ലഘുവായിട്ടൊന്ന് വിശദീകരിക്കാം. ഒന്നാമത്തതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത് ഇന്ന് സമൂഹത്തിന്റെ ഇടപെടലാണ്. സാമൂഹ്യ രീതിയിലുള്ള ഇടപെടൽ അങ്ങേയറ്റം ഈ കൗമാരത്തെയും അതുപോലെ യുവത്വത്തെയൊക്കെ വഴിതെറ്റിക്കുന്ന ഒരു അവസ്ഥയാണ്. മനസ്സിനകത്തുള്ള കാരുണ്യത്തെ അവർ ചോർത്തെടുക്കുകയാണ്. അതായത് ഇന്ന് നോക്ക് നിങ്ങൾ, രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല നടക്കുകയാണ്. ഇപ്പൊ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ തോക്കുമായിട്ട് ഇങ്ങോട്ട് വരുന്നു, സ്കൂളിലൊക്കെ കയറുന്നു, പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങ് വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് ഇയാൾ ഒന്നേ മയക്കുമരുന്നിന് അടിമ, അല്ലെങ്കിൽ മാനസിക രോഗി എന്ന് പറഞ്ഞ് വിധി എഴുതി അയാളെ മാറ്റുന്നു. ശരി, ഈ ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം, ഇസ്രായേലിന്റെ ഒരു രാജ്യത്തിന്റെ ഒരു സംഭവം നടക്കുന്ന കൊണ്ടുവന്നിട്ട് ഇസ്രായേൽ എന്ന് ശരിക്കും പറഞ്ഞാൽ പറയാൻ പാടില്ല ആ രാജ്യത്ത്. കാരണം ഇസ്രായേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യാക്കൂബ് നബിയുടെ പേരായിരുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഒരു പ്രവാചകന്റെ അല്ലെങ്കിൽ ഒരു ദൈവ ദൂതന്റെ പേരായിരുന്നു ഇസ്രായേൽ എന്നുള്ളത്. ആ പേരിന്റെ അവരുടെ നേരിട്ടുള്ള മക്കൾ പോലും അക്രമികളായിരുന്നു, ഏറ്റവും കൂടുതൽ ക്രൂരന്മാരായിരുന്നു. അതിനുശേഷം വന്ന ഒരുപാട് തലമുറകൾ കഴിഞ്ഞ് വന്ന ഓരോ മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞു വന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ഈ ഇസ്രായേൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ. സത്യത്തിൽ ആ ഒരു പേരിന് കളങ്കം പോലും വരുത്തുകയാണ് ഇസ്രായേൽ എന്നുള്ളത്. ആ പ്രവാചകന്റെ പേരായിരുന്നു ഇസ്രായേൽ എന്നുള്ളത്, ആ ദൈവദൂതന്റെ പേരാ, അത് ഇവരുടെ പേരല്ല. അപ്പം ഒരുപാട് തലമുറകൾ കഴിഞ്ഞു വന്നിട്ട് ഇന്നും ആ പേരിൽ അവരെ അറിയാം. അതുകൊണ്ട് ആ പേര് പറയാൻ പോലും പാടില്ല. ഇവരെ പറയേണ്ടതെന്ന് വെച്ചാൽ ജൂത ഭീകരന്മാരെന്നാണ്. കാരണം ഭീകരന്മാരാണ് ഇവർ മൊത്തത്തിൽ, മനസ്സാക്ഷി ഇല്ലാത്ത ഒരു അവസ്ഥയിൽ. അപ്പൊ അവരെ ഇസ്രായേൽ എന്ന് പറയുന്നത് ജൂത ഭീകരൻ തന്നെ പറയാവോ, അത് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇത് നോക്ക്, അവർ തന്നെ കൊണ്ടുവന്ന് ആ ഗസയിൽ കൊണ്ടുവന്ന്, അതാ പലസ്തീനിൽ കൊണ്ടുവന്ന് അങ്ങ് ചുമ്മാ ബോംബുകളാണ്. എന്തിനാ? സ്വന്തം രാജ്യത്തിന് വേണ്ടി വർഷങ്ങൾ കൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന അവരെ ആ രാജ്യത്തെ സ്വതന്ത്രമായി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീർന്ന് എല്ലാവർക്കും സമാധാനമായിട്ട് ജീവിക്കാനും കഴിയും. ഇതൊന്നും അല്ല അവർ ചെയ്യുന്നത്. എന്താണ്? അവരെ കൊല്ലുക, വീണ്ടും വീണ്ടും ഉള്ളതിനെ ഒപ്പിച്ചെടുക്കുക. ഇത് മാത്രമാണ് അതവിടെ കേട്ട്. അപ്പൊ ഇനി നമുക്ക് തിരിച്ചു വരാം. അപ്പൊ പടച്ച തമ്പുരാൻ പറഞ്ഞ അന്ത്യനാളിന്റെ അടയാളമായിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കും. കാരുണ്യം നശിക്കുന്ന മനസ്സായി മാറും. അതിന്ന് കാരുണ്യം നശിക്കാതിരിക്കാൻ ഒരു കാരണവും കാണുന്നില്ല. കാരണം എന്താ? നമുക്ക് ഏത് മഹാനടന്റെ ഒരു സിനിമ എന്നാവട്ടെ, ഇറങ്ങുന്ന സിനിമകളൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടോ? അത് മഹാനടനാവട്ടെ അല്ലാത്തവരാവട്ടെ ആരോ ആവട്ടെ, ഇറങ്ങുന്ന സിനിമകൾ എന്താണ്? നടന്റെ ഭാഗത്തും നായകന്റെ ഭാഗത്ത് കുറെ ആൾക്കാർ കാണും, വില്ലന്റെ ഭാഗത്ത് കുറെ ആൾക്കാർ കാണും. ആദ്യം പടം തുടങ്ങി അവസാനം വരെയും തമ്മിത്താൻ കൊന്ന് അങ്ങ് അവസാനിക്കുക. അവസാനം നായകൻ മാത്രം ബാക്കിയാകുക. അതും അതിക്രൂരമായ പുതിയ സംവിധാനം ഉപയോഗിച്ചുള്ള കൊലപാതകങ്ങളാണ് കാണിക്കുന്നത്. ഇന്ന് അതിനുവേണ്ടി കിടന്ന് എന്തെല്ലാം അങ്ങ് വീഡിയോ കിടന്നങ്ങോട്ട് പറച്ചിലും ബഹളമൊക്കെയാണ്. ഞാൻ സിനിമ കാണുന്ന ആളല്ല, തിയേറ്ററിൽ പോകുന്ന സിനിമ കാണത്തില്ല, അല്ലാതെ ഇല്ല. പക്ഷെ എന്റെ ഫീഡ്ബാക്ക് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും, അതൊന്നും കുഴപ്പമില്ലല്ലോ. അപ്പം അങ്ങ് കൊലപാതകങ്ങളല്ല, എന്തെങ്കിലും ഒരു നന്മ അതിൽ നിന്ന് മനുഷ്യന് അത് കിട്ടുന്നത്. ഇതിന്റെ അനുകരണം ആരാ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ കൗമാരക്കാരൊക്കെ ഇതിന്റെ അനുകരിക്കും. ഇതിനെ കാണുമ്പം ഇപ്പം ഏത് മമ്മൂട്ടി ആവട്ടെ, മോഹൻലാലാവട്ടെ, ഇനി അദ്ദേഹത്തിന്റെ മക്കളാവട്ടെ, ഇനി ആരോ ആകട്ടെ, ഇറങ്ങുന്ന സിനിമകൾ മൊത്തം ക്രൂരമായ കൊലപാതക. എന്തെങ്കിലും ഒരു സ്റ്റോറി മനുഷ്യന് ഒന്ന് സന്തോഷിച്ച് ഇറങ്ങി വരാൻ പറ്റിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നുണ്ടോ? അപ്പൊ ചോദിക്കുക, സിനിമ ആണെന്നുള്ള ആ വഴി അങ്ങ് പോവുകയാണോ? ഇപ്പൊ യേശുദാസിന്റെ പാട്ട് കേൾക്കുന്നവരല്ല യേശുദാസ് ആവുകയാണോ? അല്ല, അതൊരു സർഗശേഷിയാണ്. ഇതെന്ന് വെച്ചാൽ അനുകരണം. അത് കാണുമ്പം മനസ്സിനെ സ്വാധീനിക്കുകയും അത്തരത്തിലുള്ള ഒരു ഫീൽ ഉണ്ടാക്കുകയും അതിനുവേണ്ടി അനുകരണ ശേഷിയാണ് കൗമാരത്തിന് ഒരു പ്രായം വരെ. അത് കഴിഞ്ഞ് മാറി വരുമ്പോൾ സമയമെടുക്കും. അപ്പം ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള സിനിമകളാണ് ഇന്ന് തള്ളിവിടുന്നത് മൊത്തം. അതിനെ പൊക്കി പിടിക്കാൻ കുറെ ആൾക്കാരുണ്ട് മീഡിയയിൽ. അതങ്ങനെ കണ്ടോ ഇങ്ങനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ്. സത്യത്തിൽ എന്താണ്? അവരിങ്ങനെ ക്രൂരത കാണിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. പടച്ച തമ്പുരാൻ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധ ഖുർആനിലൊന്ന് പറയുന്നുണ്ട്. അത് സൂറത്തുൽ ഇസ്രാ എന്ന് പറഞ്ഞ ഒരു അധ്യായമാണ്. അതിനകത്തൊരു 23 വചനങ്ങൾ അതെടുത്തൊന്ന് വായിച്ചു നോക്കുക, പഠിച്ചു. ഇതിനിപ്പോ ഒരു ജാതി മതത്തിന്റെ ഒന്നും വിശേഷണം ഇല്ല. കാരണം എന്താ അറിയോ?
പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവ് മനുഷ്യനോട് കൽപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. അതിനകത്ത് ഇപ്പം ഞാൻ ഇന്ന ജാതി, അവർ ഇന്ന ജാതി, ഇത് മുസ്ലിമിന്റെ ഇത് അങ്ങനൊന്നുമില്ല. അതൊക്കെ എടുത്തൊന്ന് മനസ്സിലാവുമ്പം ഇത്തരത്തിലുള്ള ബോധങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ കടന്നു കയറുമ്പം ഒരുപാട് തെറ്റിൽ നിന്ന് മാറി നിൽക്കുക. എന്നാൽ നമ്മളെ മക്കളൊക്കെ നോക്കുക, എന്താ പറയുക, അവർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. അവർക്ക് ഈ കാണുന്ന കണക്ക് ഇത്തരത്തിലുള്ള സിനിമകളോടാണ് താല്പര്യം. അത് കാരണം അവർക്ക് ഇതൊന്നും മനസ്സിൽ കയറത്തുമില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് എടുത്തൊന്ന് ചുമ്മാ എങ്കിലും ഒന്ന് വായിക്കാം. ജാതി മതം നോക്കണ്ട, ഒന്ന് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം കാണും. അപ്പൊ ആ ആയത്തിന്റെ തുടക്കമുള്ള ഖലാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ല വ ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്നാണ് അതിന്റെ തുടക്കം. അപ്പൊ എന്താണ്, നിന്റെ റബ്ബ് തീരുമാനിച്ചു, കൽപ്പിച്ചിരിക്കുന്നു, അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കളിൽ നന്മ ചെയ്യണമെന്നും അവർ രണ്ടിലൊരാൾ അല്ലെങ്കിൽ അവർ രണ്ടുപേരും രണ്ടാളും നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം ബാധിച്ചേക്കുന്ന പക്ഷം അവരോട് ഹെ എന്നൊരു വാക്ക് അഥവാ ഛെ എന്നൊരു വാക്ക് പോലും നീ പറയരുത്. അവരോട് നീ കയർക്കുകയും ചെയ്യരുത്. അവരോട് നീ മാന്യമായ വാക്കുകൾ പറയുകയും വേണമെന്ന് റബ്ബ് നിന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മാത്രമല്ല, കാരുണ്യത്തിന്റെ ചിറകുകൾ നീ അവർക്ക് താഴ്ത്തി കൊടുക്കുകയും വേണം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ സൂറത്തുൽ ഇസ്രാ എന്ന് പറഞ്ഞ ഒരു അധ്യായത്തിൽ 23-ാമത്തെ വചനം, ഇന്ന് പരിഭാഷ തഫ്സീറുകളൊക്കെ എല്ലാ ഭാഷകളിലും കിട്ടും. അത് ജാതി ഒന്നും നോക്കണ്ട, വായിച്ചൊന്ന് വായിക്കുക. അത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ, പിന്നെ കൗമാരക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം റബ്ബ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നീ നിന്റെ മാതാപിതാക്കളോട് വാർദ്ധക്യം ബാധിച്ച് ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ നിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നീ ഇച്ഛേ എന്നോ ഇപ്പ എന്നൊരു വാക്ക് പറയരുത്, കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. എന്താ, ഏത് സന്ദർഭത്തിലാണ് നോക്ക്, നമ്മളെ മക്കളൊക്കെ ചെറുതിലെ നമ്മൾ അവരെ അങ്ങാടിയിലൂടെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ അവർ ഒരു കാര്യം തന്നെ ഒരു 300 വട്ടം ചോദിക്കും. അതെന്താ വാപ്പിച്ചി, ഉമ്മച്ചി, അച്ഛ, അമ്മ എന്താന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെ അതിന് മറുപടി ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. നമുക്ക് മടുക്കത്തില്ല, നമുക്ക് സന്തോഷം ഉണ്ടാവും. അതേസമയം ഇപ്പ എന്നൊരു വാക്ക് നിന്റെ മാതാപിതാക്കളോട് പറയരുതെന്ന് പറഞ്ഞ് ഏത് സന്ദർഭത്തിലാണ്, അവര് വയസ്സായി അവരുടെ എല്ലുകളൊക്കെ അങ്ങോട്ട് നുരുമ്പിച്ച് കൈകാലുകളൊക്കെ അവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് പൊക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരുമ്പോ അവര് ചിലപ്പോൾ നീ ഇരിക്കുന്ന നിന്റെ ടൈലിലും അല്ലെങ്കിൽ നിന്റെ ബെഡിലും അവർ കിടക്കുന്നിടത്തൊക്കെ ചിലപ്പോൾ അറിയാതെ ഒന്നും രണ്ടും ഒക്കെ സാധിച്ചെന്നിരിക്കും. ചിലപ്പോൾ തുപ്പിയാലിയ പുള്ളിയൊന്നും കാണത്തില്ല, ചിലപ്പോൾ അവിടെ തന്നെ വീണെന്നിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ നീ ഇച്ഛയെന്നൊരു വാക്ക് അവിടുത്തെ പറയരുത്, ഭയെന്നൊരു വാക്ക് അവിടുത്തെ പറയരുത്. പറഞ്ഞാൽ ഈ ദുനിയാവിലും പരലോകത്തും നീ അതിന്റെ ശിക്ഷ അങ്ങേറ്റം അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്നുണ്ട് എന്താ പറയുക, ഒരു ദൈവവിശ്വാസത്തിന്റെ മഹത്വം മനസ്സിൽ വേണം, അതൊന്ന് അറിയണം. എങ്കിൽ മാത്രമേ ഇതിനകത്തൊക്കെ ഒരു വിശ്വാസം വരൂ. അല്ലെങ്കിൽ പിന്നെ ഇപ്പം യുക്തിവാദികളായ കോമാളികൾ പറയുന്ന കണക്ക് അച്ഛൻ എന്ത് അമ്മ എന്ത് അവനവന്റെ ഇഷ്ടത്തിനായി ജീവിച്ചാൽ മതി, നിന്റെ സുഖമാണ് നല്ലത്, ഇതിങ്ങനെ അങ്ങോട്ട് അടിച്ച് കയറ്റി കൊടുക്കുകയാണല്ലോ. ഒരു സൈഡ് സിനിമ, മറു സൈഡ് ഇവന്മാര്, രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. യാതൊരു സംശയമില്ല. സിനിമാക്കാർക്ക് പണം ഉണ്ടാക്കുന്നു, യുക്തിവാദികൾക്ക് അവമാരും ഉണ്ടാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ചെയ്ത്. അപ്പം ഈ ധർമ്മത്തിന്റെ അല്ലെങ്കിൽ അന്തസ്സിന്റെ അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ ഒക്കെ ഒരു കണികൾ മനസ്സിൽ വേണമെങ്കിൽ ഇതൊക്കെ കുറെ ദൈവവിശ്വാസമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകണം. അപ്പോൾ ഒരു മനസ്സിനകത്ത് ഇത് ദൈവം കാണുന്നല്ലോ, അറിയുന്നല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസം വരും. ഇവിടെ പറയുന്നത്, നിന്റെ മാതാപിതാക്കള് അത്തരത്തിലങ്ങാണം വാർദ്ധക്യം ബാധിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും നിനക്ക് ചിലപ്പം ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ ചെയ്യുന്നൊരു വാക്ക് പറയരുത്. എന്നിട്ടോ അവർക്ക് അവരുടെ കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം എന്ന് പറയും. എന്താണ്, ഇപ്പൊ കോഴിക്കുഞ്ഞുങ്ങൾ കാണാം, അപകടം വരുമ്പോൾ തള്ളക്കോഴി ഇങ്ങനെ അവരെ മൂടി വെച്ച് ചിറകിന്റെ അടി കയറ്റി ഒതുക്കി വെക്കത്തില്ലേ, അതുപോലെ നീ അവരെ രണ്ടുപേരെയും നിന്റെ ചിറകിനുള്ളിൽ ഒതുക്കണം. ഒരു വാക്ക് പറയരുത്. അവരുടെ അടുത്ത് എന്തെങ്കിലും അബദ്ധവശാൽ നീ ഒന്ന് പറഞ്ഞു പോയാൽ, വിഷമിച്ചാൽ അടുത്ത സമയം നീ അവരെ സന്തോഷിപ്പിക്കണം, ഇല്ലെങ്കിൽ ശിക്ഷ നീ ഉറപ്പാക്കിക്കുമെന്ന് പറഞ്ഞു. നിന്റെ മക്കളിൽ നിന്നും നിനക്ക് ഈ ഭൂമിയിൽ വെച്ച് അതിന്റെ ട്രിബിൾ നിനക്ക് കിട്ടും, പരലോകത്ത് ചോദ്യം വേറെയും. നീ അടുത്തതെന്താ, ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള അവസരത്തിൽ ഈ ബുദ്ധിമുട്ട് നീ അവരിൽ നിന്ന് കാണുമ്പോൾ നീ അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞ്, റബ്ബി ഉറഫുമാക്കമാ റബ്ബയാനി സഹീറ, അല്ലാഹുവേ ഞങ്ങള് ചെറുപ്പത്തിൽ കുഞ്ഞായിട്ടിരുന്നപ്പോ ഞങ്ങളെ വാരി പുണർന്ന് കൊണ്ട് നടക്കുന്നില്ലേ, ഞങ്ങളെ ഒരു മാതാവ് അവര് രാത്രി ഇവിടെ ഏതെങ്കിലും ഒരു യാമത്തിൽ കുഞ്ഞുണർന്ന് പാല് കൊടുക്കാൻ ശ്രമിച്ചാൽ ഒരു സൈഡ് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വെളുക്കുന്ന നമ്മൾ അങ്ങനെ തന്നെ കിടക്കേണ്ടി വരും. കാരണം കുഞ്ഞിനി ഉണർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കരഞ്ഞാലോ അവന്റെ ഉറക്കം പോയാലോ നമ്മൾ കിടക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാരുണ്യം ഉണ്ടല്ലോ. അതുപോലെ പിതാവ് മാതാവിന്റെ ഗർഭപാത്രത്തിൽ കുഞ്ഞ് രൂപപ്പെടുന്നിടം തൊട്ട് ആ കുഞ്ഞിന്റെ വളർച്ചയും ബുദ്ധിയും എല്ലാ രീതിയിലും അവനെ പരിപോഷിപ്പിച്ച് നല്ലൊരു അവസ്ഥയിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് പിതാവ് സ്വന്തം ആരോഗ്യത്തെ മറന്നുകൊണ്ട് കിടന്ന് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുണ്ടല്ലോ. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നീ പറഞ്ഞ്, നീ റബ്ബി ഉറഹംഹുമാ റബ്ബിയാനി സഗീറ, ഞാൻ കുഞ്ഞായിട്ടിരുന്നപ്പോൾ എങ്ങനെയാണോ എന്റെ മാതാപിതാക്കൾ എന്നോട് കാരുണ്യം കാണിച്ചത് പടച്ചവനെ, അതുപോലെ നീ അവരോട് ഇപ്പൊ കാരുണ്യം കാണിക്കണേ എന്ന് നീ പ്രാർത്ഥിക്കുക കൂടി വേണമെന്ന് പറഞ്ഞു. ഇത് വെറുതെ അല്ലത്, ഇത് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് കൽപ്പിച്ച കാര്യങ്ങളാണ്, യാതൊരു സംശയമില്ല.
കൽപ്പിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥകളെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഈ ജാതി കോമരങ്ങളുടെ ഈ ചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് വെറുതെ ഒന്ന് വായിക്കും. ആരും മുസ്ലിം ആവുമെന്ന് വേണ്ട ഇത് വായിച്ചിട്ട്. പക്ഷെ ഇതൊക്കെ മനസ്സിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. കുറെ പേര് അങ്ങോട്ട് മുസ്ലിം ആയതുകൊണ്ട് ഇസ്ലാം മതത്തിന് പ്രത്യേകിച്ച് ഒന്നും സാധിക്കാനില്ല, വിശ്വാസങ്ങൾ അവനവന്റെ പരലോകം രക്ഷിക്കുമെന്നാണ്. ഈ ഭൂമിയിലും കുറെയൊക്കെ മാന്യത നമുക്ക് കാണിക്കാൻ കഴിയും. എന്നാൽ ഇല്ലാത്തവര് പഠിക്കാത്തവരില്ലെന്നല്ല പറയുന്നതിന്റെ അർത്ഥം. എങ്കിലും കൂടുതൽ ഇന്ന് മനുഷ്യത്വം നശിച്ചുകൊണ്ട് വരികയാണ്. നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കണമെന്ന് പറഞ്ഞ്, നിന്റെ നാലയില് നീ നോക്കണമെന്ന് പറഞ്ഞ്, മുമ്പും പുറവും ഇടതും വലത്ത് നീ നോക്കണം, അവരെ വീട്ടിൽ ഭക്ഷണം ഇല്ലെങ്കിൽ നീ കഴിക്കരുത് വയറ് നിറച്ച്, ഇതൊക്കെ ഒന്നും പഠിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതൊരു മതത്തിന്റെ പരിവേഷം കൊടുക്കണ്ട, മനസ്സിനൊരു ശാന്തത ഉണ്ടാവും. അതാണ് വേണ്ടത്. അത് അനുവദിക്കില്ല. ഈ യുക്തിവാദികൾ എന്ന് പറഞ്ഞ ഒരു തരത്തിലുള്ള ഒരു പ്രത്യേക സമൂഹത്തിന് ഒരു കാശിനും വേണ്ടാത്ത കുറെ ജീവികൾ കിടന്നുകൊണ്ട് പലരും ഉണ്ട്. അതിനകത്ത് ഡോക്ടറുണ്ട്, എഞ്ചിനീയർ ഉണ്ട്, വക്കീലുണ്ട്, പലരും ഉണ്ട്. പല മുസ്ലിം നാമധാരികൾ. ഇപ്പൊ ഒരാളിപ്പം പേര് ഹാരിസ് ഹുസൈൻ എന്നോ ജബ്ബാർ എന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ജാമിദ എന്നൊക്കെ ഓരോരുത്തരുടെ പേര് വന്നതുകൊണ്ട് അവരൊന്നും മുസ്ലിം ആവണമെന്നില്ല, ഇസ്ലാമിനെ കുറിച്ച് അറിയണമെന്നില്ല. ഏതെങ്കിലുമൊക്കെ പരിഭാഷകൾ ഇങ്ങനെ വാങ്ങിച്ചിട്ട് അതിന്റെ ഉള്ളടക്കം ഇങ്ങനെ നോക്കിക്കൊണ്ട് വായി വരുന്ന വിളിച്ചു പറയലാണ്. അത്തരത്തിലുള്ള വൃത്തികെട്ട സമൂഹത്തിനെ എങ്ങനെയാണോ നശിപ്പിക്കുക അത് കണ്ട് സമാധാനം അടയുന്ന ഈ വർഗങ്ങളായിരിക്കും. യാതൊരു സംശയമില്ല. എന്നിട്ട് അതിന്റെ പേരിലും കുറെ വാർത്തകൾ ഉണ്ടാക്കി കാശുണ്ടാക്കാൻ നടക്കുകയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, തീർച്ചയായിട്ടും മനുഷ്യന് മനസ്സിനെ ഒന്ന് ശുദ്ധീകരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരു മാതാവിന്റെ നേരെ കൈ ഉയർത്തില്ല, പിതാവിന്റെ നേരെ ഉയരത്തില്ല, അന്യൊരുത്തിന്റെ നേരെ ഉയരത്തില്ല. നീ അന്യായമായി ഒരു നല്ല മനുഷ്യൻ, ഒരു സാധുവിനെ അന്യായമായി നീ കൊന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്നതിന് തുല്യമാണെന്നാണ് പ്രവാചകന്റെ കൽപ്പന. ഒരു നിരപരാധിയെ നീ കൊന്നു കഴിഞ്ഞാൽ അത് ആരും ആകട്ടെ, കൊന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെ കൊന്നതിന് തുല്യമാകും. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളെ മനസ്സിന് ശാന്തത എത്തുന്ന കാര്യങ്ങളിലേക്ക് എവിടെയോ ആകട്ടെ മനസ്സിലാക്കുക. മനസ്സിലാക്കിക്കൊണ്ട് ബാല്യത്തിലേക്ക് അവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് നല്ലൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ മാറിക്കിട്ടും. അങ്ങനെ നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മൾ ഒന്നടങ്കം ഈ ശബ്ദം കേൾക്കുന്നവർ പരിശ്രമിക്കുക. നന്നായി വരട്ടെ എല്ലാവരും എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു.